ഹലോ എവ്രി വൺ, നമുക്കിന്ന് എളുപ്പത്തിൽ ഒരു ഓലൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് കാണാം. പകുതി കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വൻപയർ നന്നായി കഴുകി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ പ്രഷർ കുക്ക് ചെയ്തെടുത്താണിത്. 3 വിസിൽ മതിയാവും കേട്ടോ. 4 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ കറിവേപ്പില, പിന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ, 2ാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് കുമ്പളങ്ങ വേവിച്ചെടുക്കാം. ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് കുമ്പളങ്ങ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതി, കുമ്പളങ്ങയ്ക്ക് അധികം വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. നമുക്കൊരു 3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുക. കുമ്പളങ്ങ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇത് ശരിക്കും വെന്തിട്ടില്ല. 2 മിനിറ്റ് കൂടി നമുക്ക് ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയറിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാം നമുക്കിപ്പോൾ. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് 2ാം പാൽ ഒഴിക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുമ്പളങ്ങയും പയറും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. അപ്പം ഇനിയിപ്പോൾ അത് നന്നായി തിളച്ചിട്ടുണ്ടല്ലോ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആക്ച്വലി തീ ഓഫ് ചെയ്യാം. ഇനി 1 സ്പൂണ് നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ കുറച്ചും കൂടി ഒരു നല്ല ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കൂടെ നമ്മൾ കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടാൽ നല്ല മണമാണ് എന്ത് കറിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കൊടുക്കുക. തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ദാ ഓലൻ റെഡിയായി. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഓണൊക്കെയല്ലേ വരണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.